വിസ്മയാത്മകമായ ദർശനം നടന്ന ഒരു മഹത്തായ സംഭവമാണ് സത്യത്തിൽ ബദർ രണാങ്കണം. മഹാനായ മോയിൻകുട്ടി വൈദ്യർ ആ വിഷയം വളരെ പച്ചയായി അവതരിപ്പിക്കുന്നുണ്ട്. ബദറിലേക്ക് സഹാബത്തിനെ നശിപ്പിക്കാനും കൊല്ലാനും യുദ്ധം ചെയ്യാനും അബൂജഹലും കിങ്കരന്മാരും വരുന്ന ആഹ്ലാദം, തുടരെ മദ്ദളവും മുരശോട് മറുവറ്റകളും ഭജയോട് തുടികൾ തെപ്പുകളും കൈമണി തുടികൾ താശകളാൽ കൊടുമ പുല്ലുകൾ പൂള ചൂളകൾ കമ്പ് ചങ്കുകളാൽ കൊടുമകൾ പൂള് താളമെ ഓടിച്ചാടിയും സപ്പുരിപ്പുകളാൽ ചേലുരിത്തിരി തത്തിരിത്തിരി വിളിക്കുശലാൽ പെരുവിളി ചണ്ടടണ്ടട ഒറ്റടുണ്ടുടണ്ട് മുട്ടുകളാൽ ഇടയിൽ കൈമണി കിണിലു കിണിൽ തുടരെ കിണ്ണരം ചലക്ക ചല ചല തുടികൾ ബമ്പലു ബമ്പൽ ബമ്പൽ തപ്പുതന്തിൽ വികൃതിയെത്തിര വണ്ണം ചമത ഉത്തിര എണ്ണം പകചുരുക്കി ഞാനുന്നി. അത്രയും അധികം അവര് വരുന്ന ആഘോഷമാണ് പറഞ്ഞത്. അത്രയും വലിയ ആഘോഷത്തിലൂടെ വന്നപ്പോ അല്ലാഹു തആല പിന്നെ ഇസ്ലാമിനെയും സഹാബത്തിനെയും സഹായിച്ച രംഗം റസൂലുള്ളാഹി മസ്ജിദുൽ ഖലീഫയിൽ വെച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്തതിന്റെ ഫലം ബദറിൽ മലക്കുകൾ ഇറങ്ങി സഹായങ്ങൾ നടത്തി. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലയ്ക്ക് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, മക്കത്തേക്ക് കടക്കാൻ കഴിയാത്തവർക്ക് ഫതഹോടുകൂടെ മക്കയിലേക്ക് കടക്കാൻ അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞ സമയം എന്താ കാരണം? അവരുടെ ശരീരം, അവർ പരിശുദ്ധ ദീനായിരുന്നു അവരുടെ മുൻഗണന. സ്വന്തം ശരീരവും സ്വന്തം സ്വത്തും ദീനിനു വേണ്ടി അങ്ങ് കൊടുക്കുക. അള്ളാന്റെ ദീന് നിലനിർത്താൻ വേണ്ടി ചെയ്ത ആ മഹത്തായ ത്യാഗത്തിന്റെ പേരാണ് ബദർ. സത്യവും അസത്യവും വേർതിരിഞ്ഞ സംഭവം. അൽഹംദുലില്ലാഹ് ബദറിലെത്തി നമ്മള്. ബദർ രണാങ്കണം 14 രാവിലെ ചന്ദനത്തിച്ചത് പോലെ ബദർ, ആ പേര് തന്നെ. ഇവിടെ നിന്നാണ് ഇസ്ലാമിന്റെ വെളിച്ചം ലോകത്ത് പരന്നത്. പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാര്, സഹാബത്ത്, അവരുടെ അടുത്തേക്കൊന്നും ചെല്ലാൻ പോലും നമ്മളൊന്നും അർഹരല്ല. ഈ ഭൗതിക ലോകത്ത് തോന്നിയ പോലെ നമ്മൾക്കനുസരിച്ചുള്ള ദീനും നമുക്കനുസരിച്ച ഈമാനും അതിനനുസരിച്ച് ഇങ്ങനെ വയന്നു പോകുന്ന ഇമിറ്റേഷൻ മുസ്ലിമാണ് നമ്മളൊക്കെ. പക്ഷെ കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി സഹകരിച്ചവർ ശരീരം വിറ്റ വെട്ടും കുത്തും ദീനിന് വേണ്ടി കൊണ്ട് സഹാബത്തിന്റെ അടുത്തേക്കൊന്നും ചെന്ന് നിൽക്കാൻ പോലും അർഹരല്ലാത്ത പാപികളാണ് ഞാനൊക്കെ. പക്ഷെ ഇതുപോലത്തെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇവരായ പണ്ഡിതന്മാര് നല്ലവരായ കൂടെ ഇങ്ങനെ പോകാനൊരു ഭാഗ്യം കിട്ടുക എന്നതുകൊണ്ട് ഇങ്ങനെ പോവാണ്. അള്ളാഹു നമ്മളെ ഈ യാത്ര, ഈ സിയാറത്ത് അവൻ മറുപടിയായ സിയാറത്താക്കി. നാളെ നിരവധി നിഅമത്തുകൾ നിറക്കപ്പെട്ട സ്വർഗത്തോപ്പിൽ ഇവർക്കൊക്കെ ഒന്ന് ഖിദ്മത്ത് എടുക്കാൻ, അവനൊന്നും കാണാനെങ്കിലും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞോളി. വരാ വയ്യ. ഏകദേശം നമ്മളെ മാൽക്കുന്ന് ഇതാണ് മലക്കിറങ്ങി. ഇതാണല്ലേ മലക്കുകൾ ഇറങ്ങിയ സ്ഥലം, മലക്കുകൾ യുദ്ധത്തിനിറങ്ങിയ സ്ഥലം ഈ മലയുടെ മുകളിലാണ്. മലക്കുകൾ ബദറിൽ ഇറങ്ങി, മലക്കുകൾ യുദ്ധത്തിനായി. അവർക്കൊണ്ട് തലയിൽ കെട്ടുവാലും ചിറകിലായി. കമ്മിഫിയത്തിൻ കലീലത്തിൻ എന്താണ് ഈ മലന്റെ പേര്? പേരെന്താ അറിയോ?
ജബൽ മലായിക്ക് എന്ന് പറയല്ലോ. ജബൽ മലായിക്ക്